മണ്ഡലങ്ങളിലെ കണക്കുകൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ എറണാകുളത്തെ സാഹചര്യം എന്താണെന്ന് നോക്കണം. കോഴിക്കോട് പോലെ തന്നെ എറണാകുളവും ക്ലീൻ സ്വൈപ്പ് നേടിയെടുക്കാൻ UDF-ന് സാധിച്ചെങ്കിൽ അതൊരു വലിയ നേട്ടമാകും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. നമുക്ക് ആ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ കൂടി നോക്കാം, അല്ലേ മാധു? തീർച്ചയായും വിനിത, ഈ കണക്കാണ് നമ്മൾ നോക്കേണ്ടുന്ന കണക്ക്. നമുക്കറിയാം എറണാകുളം ജില്ല എക്കാലത്തെയും UDF-ന്റെ ഒരു വലിയ കോട്ടയാണ്, കോൺഗ്രസിന്റെ കോട്ടയാണ് എന്ന് തന്നെ പറയാൻ കഴിയും. പക്ഷേ അവിടെ കഴിഞ്ഞ തവണയൊക്കെ വലിയ നേട്ടം മുന്നോട്ട് വെക്കാൻ നോക്കൂ. എറണാകുളത്ത് നമ്മുടെ മുന്നിൽ 2021 കണക്കുണ്ട്. 2021 കണക്കിൽ LDF-ന്റെ കോളത്തിൽ 5 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്, UDF-ന് 9. അത് തദ്ദേശത്തിലേക്ക് വരുമ്പോൾ നോക്കൂ വിനീത, റോഷിയൊപ്പം അന്തു, ഇത് നോക്കൂ, ഇവിടെ ഒരു 0 നമുക്ക് കാണാൻ കഴിയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുമ്പോൾ ഡിസംബർ മാസത്തിൽ LDF-ന് അനുകൂലമായി നിയമസഭയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ മണ്ഡലം അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് UDF-ന് ഇത്തവണത്തെ വലിയ കോൺഫിഡൻസ് നിൽക്കുന്നത്. UDF-ന് 14 മണ്ഡലങ്ങളിലും, തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും 14 മണ്ഡലങ്ങളിലും വെന്നിക്കൊടി പാറിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കണക്ക്. ആ പാറ്റേണിൽ നിയമസഭയിലേക്ക് വോട്ട് വീഴുകയാണ് എങ്കിൽ മറ്റൊന്നും നോക്കേണ്ടതില്ല എന്നാണ് UDF-ന്റെ ആത്മവിശ്വാസം. ഇപ്പൊ കളമശ്ശേരി വലിയ ആധിപത്യമുള്ള മണ്ഡലമാണ്, ശരിയാണ്, VK ഇബ്രാഹിം കുഞ്ഞിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും P രാജീവ് സംസ്ഥാനത്തെ ഏറ്റവും പ്രഗത്ഭനായ ഒരു മന്ത്രി എന്ന നിലയ്ക്കൊക്കെ മുന്നോട്ട് വെക്കപ്പെടുന്ന സ്ഥാനാർത്ഥിയാണ്. പക്ഷെ കളമശ്ശേരിയിൽ നല്ല മത്സരം നടക്കുന്നുണ്ട് എന്നത് പ്രധാനമാണ്. പെരുമ്പാവൂരിൽ ഇത്തവണ എൽദോസ് കുന്നപ്പള്ളി മാറി നിന്ന ഇടത്ത് എങ്ങനെയാണ് മത്സരം നടക്കുന്നത് എന്നൊരു ആകാംക്ഷയുണ്ട്. കൊച്ചി മണ്ഡലത്തിൽ തന്നെ വലിയ ആകാംക്ഷയുണ്ട്. അങ്ങനെ UDF പിടിച്ചെടുക്കും മുഴുവനുമായി എന്ന് UDF വിചാരിക്കുകയും പക്ഷെ കഴിഞ്ഞ തവണ അനുകൂലമായി ഉണ്ടായ സീറ്റുകൾ അത് തിരിച്ചു പോകില്ല എന്ന പ്രതീക്ഷയിൽ LDF നിൽക്കുകയാണ് എറണാകുളത്ത്. അതാണ് അർജുൻ മട്ടന്നൂർ ചേരുകയാണ്. അർജുൻ, അങ്ങനെയാണ് കണക്കിലെ കളികൾ നോക്കുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും വലിയൊരു അപ്രമാദിത്വം UDF-ന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നതാണ്. ആ പാറ്റേണിൽ തന്നെ നിയമസഭയിൽ വോട്ട് വീണാൽ UDF-ന്റെ ഭരണത്തെ നിർവഹിക്കുന്ന അല്ലെങ്കിൽ UDF ഭരണം പിടിക്കുന്നത് നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു ജില്ലയായി എറണാകുളം മാറുമെന്ന് ഉറപ്പാണ്, അല്ലേ അർജുൻ? വിനീത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മലപ്പുറം ജില്ല കഴിഞ്ഞാൽ UDF-ന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് തന്നെ എറണാകുളം ജില്ലയെ വിശേഷിപ്പിക്കാം. ഇത്തവണ 14 മണ്ഡലങ്ങളും പിടിച്ചെടുക്കും എന്ന് ഉറപ്പിക്കുകയാണ് UDF. അതിന് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം കൂടിയാണ്. നിലവിൽ 5 സീറ്റുകളാണ് LDF-ന്റെ പക്കലുള്ളത്. ഇതിൽ കൊച്ചി, അതോടൊപ്പം തന്നെ കളമശ്ശേരിയിലും കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട്. അവിടെ എന്തായിരിക്കും ഫലം എന്ന് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റ് 2 മണ്ഡലങ്ങൾ വൈപ്പിനും തൃപ്പൂണിത്തുറയുമാണ്. അവിടെയും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് 2020-യുടെ NDA പ്രവേശനമാണ്. 2020 NDA പ്രവേശനം നടത്തിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പല മണ്ഡലങ്ങളിലും 2020 മത്സരിക്കുന്നത്. അത് ഏത് തരത്തിൽ സ്വാധീനമുണ്ടാക്കും, അത് ഏത് മുന്നണിക്ക് അനുകൂലമാകുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. കുന്നത്തുനാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ UDF വിജയം ഉറപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ വിഷയം, മറ്റൊന്ന് കോതമംഗലത്ത് കേരള കോൺഗ്രസ് ഇത്തവണ നേട്ടമുണ്ടാക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അതാണ് അർജുൻ മട്ടന്നൂർ ചേരുകയായിരുന്നു. നോക്കൂ, കഴിഞ്ഞ ദിവസം PV ശ്രീനിജന്റെ പോസ്റ്റ് 500-ൽ പരം വോട്ടുകൾക്ക് ഞാൻ ജയിക്കുമെന്നാണ്. 500-ൽ പരം എന്നത് ഓർക്കണം. പല കണക്കുകളും ഒക്കെ ശ്രീനിജൻ പറയുന്നുണ്ട്. ഏതായാലും ആത്മവിശ്വാസം വളരെ കുറവാണ്. പക്ഷേ കോൺഗ്രസിന് അവിടെ ഉറച്ച വിജയപ്രതീക്ഷ തന്നെയാണെന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പുകളും വ്യക്തമാക്കുന്നത്. അങ്ങനെ വിവിധ ഫോർമുലകൾ ഉരുത്തിരിയുന്ന വന്ന സമയത്ത് ആരുടെ ഒപ്പം നിൽക്കും ആ വിജയം എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ഈ എറണാകുളത്ത് UDF വലിയ വിജയം നേടുമെന്ന് പറഞ്ഞപ്പോഴും ഏറ്റവും സ്ഥാനാർത്ഥിനത്തിൽ കീറാമുട്ടിയായിരുന്നത് എറണാകുളമായിരുന്നു. കൊച്ചി മണ്ഡലവുമായി ബന്ധപ്പെട്ട് അവസാനമുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ദീപ്തി മേരി വർഗീസ് പോസ്റ്റർ പ്രിന്റ് ചെയ്തു, ഒപ്പം നമ്മുടെ മുഹമ്മദ് ഷിയാസും പോസ്റ്റർ പ്രിന്റ് ചെയ്തു. എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു ആകാംക്ഷ അവസാന സമയം വരെ നിന്ന് നമുക്ക് അവസാനം വരെ വിവാദം ഉണ്ടായി. മുഖ്യമന്ത്രി ചർച്ചകളിലടക്കം വലിയ വിവാദം.